ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഫിഷ് ബിരിയാണി ചെയ്യാം അല്ലേ? അതിന് ഞാനിവിടെ 500 ഗ്രാം നെയ്മീൻ എടുത്ത് നല്ലപോലെ വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ സജീരകം ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കില്ലേ നമ്മളെടുത്ത് വെച്ച മീനില്ലേ അതും ഇട്ട് നന്നായിട്ട് തന്നെ ഈ മസാല പരട്ടി കൊടുക്കുന്നുണ്ട്. എല്ലാ മീനും അതേപോലെ മസാല പരട്ടിയതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ 3 സവാള കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ കസുകസും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച സവാളയില്ലേ 3 സവാള അരിഞ്ഞു വെച്ചില്ലേ അതിൽ നിന്ന് 1 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലിട്ട് നമ്മുടെ ചോറിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണത്. നമ്മുടെ സവാള നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സവാള പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയില്ലേ അതിൽ നിന്ന് കുറച്ച് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മളെ മീൻ അതിലിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് മൊരിച്ചെടുക്കണില്ല, ഒരു 1/4 ഭാഗം മാത്രം ഇതിൽ വേവിച്ചെടുക്കണുള്ളൂ. ബാക്കിയുള്ളത് നമ്മുടെ മസാലയിൽ വെന്ത് വന്നോളൂ കേട്ടോ മീൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മീൻ ഒരു 1/4 ഭാഗം ആയിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ അത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സവാള പൊരിച്ച ആ ബാക്കി വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ മൂത്ത് വരണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ബിരിയാണിക്ക് നമ്മൾ ഈ ഉണ്ടാക്കുന്ന മസാല എത്രത്തോളം മൂത്ത് വരുന്നു അത്രയും ടേസ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ സവാള നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഈ ബിരിയാണിയിൽ എരിവിന് നമ്മൾ കുറച്ച് കുരുമുളകും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ആയി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ സജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഈ മസാല നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നല്ല മണമൊക്കെ വരും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈരും ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ആ തൈരിലുള്ള വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് വറ്റണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതും നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മൾ കുതിർത്താൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ അണ്ടിപ്പരിപ്പൊക്കെ അതരച്ചതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ സമയത്ത് നമ്മളുടെ മസാലയുടെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മീനുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മസാലയും മീനും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്.
ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചോറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക്, പട്ട, ഏലക്കായ, ഗ്രാമ്പു, പെരിഞ്ജീരകം, പിന്നെ ഒരു കറുകലയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട് ഞാൻ. അത് നല്ലപോലെ കഴുകി അര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി എടുത്ത ആ പാത്രത്തിൽ തന്നെ 4 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ അവിടെ ഇരുന്ന്. ഞാനൊരു വട്ടപ്പാത്രം എടുത്തിട്ട് അത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചില്ലേ കുരുമുളകൊക്കെ അതിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നിങ്ങനെ പൊട്ടി വന്ന സമയത്ത് നമ്മൾ കുതിർത്തി വെള്ളത്തിൽ നിന്ന് വാരി വെച്ച അരിയില്ലേ അതിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ചോറ് ഒന്നുമല്ലൊന്നും ഒട്ടുകയില്ല, കുഴഞ്ഞൊന്നും പോകൂല. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ചോറ് വെച്ചാൽ നന്നായിട്ട് തന്നെ ചോറ് കിട്ടും കേട്ടോ. ഇനി നല്ലപോലെ അരി വറുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ ചോറിലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിലിടാം കേട്ടോ. ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. എന്നിട്ട് ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നുള്ള് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു നുള്ള് സജീരകം പൊടിച്ചതും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ആവണ്ട കേട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള പൊരിച്ചതും കുറച്ചധികം തന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ മീൻ മസാല എല്ലാ ഭാഗത്തേക്കും പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചോറും ഇതേപോലെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യ്, പിന്നെ ഗരം മസാലപ്പൊടിയും നമ്മളുടെ സജീരകം പൊടിച്ചതും ഒരിത്തിരി ഇട്ട് അധികം ആവരുത് അതും അതേപോലെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള പൊരിച്ചതും ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് അടച്ച് മൂടി വെച്ച് അതിൻ്റെ മേലെ ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അടപ്പത്ത് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ, ആ മല്ലിയിലയുടെയും പുതിനയുടെയൊക്കെ. ഇനി ചോറ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണെന്ന്. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനിപ്പോൾ നെയ്മീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീൻ വെച്ചും നമുക്ക് ഇതേപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാം. അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.